പൂച്ച മാന്തിയതുപോലെ കവിളിലൊരു പാട്. കാണുമ്പോൾ എന്തോ അപകടം പറ്റിയതായി തോന്നാം, പക്ഷേ സത്യം അതല്ല. യൊറൂബ ഗോത്രക്കാരുടെ ഒരു ആചാരമാണിത്. ഇവയെ ട്രൈബൽ മാർക്സ് എന്നാണ് പറയപ്പെടുന്നത്. മുഖത്തോ ശരീരത്തിലോ ഉള്ള പാടുകളാണിവ. ഗോത്രബന്ധം, കുടുംബ പാരമ്പര്യം, സാമൂഹിക പദവി എന്നിവ സൂചിപ്പിക്കാൻ ഇവ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. ചില പ്രത്യേക വംശങ്ങളുടെ ആചാരവുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. നൈജീരിയ, ബെനിൻ, ടോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് യൊറൂബ ഗോത്രം. ട്രാൻസ് അറ്റ്ലാന്റിക് അടിമ വ്യാപാര സമയത്ത് ഗോത്രങ്ങളെ തിരിച്ചറിയലും മുഖത്തെ വരകളും വളരെ പ്രാധാന്യമായിരുന്നു. അടിമകളെയും അവരുടെ ഗോത്രത്തെയും തിരിച്ചറിയാൻ ഈ പാടുകൾ ആവശ്യമായിരുന്നു. പിന്നീട് ചില അടിമകളെ തിരിച്ചയച്ചപ്പോൾ മുഖത്തെ പാടുകൾ നോക്കിയാണ് പലരും അവരുടെ സമൂഹവുമായി ഒന്നിച്ചത്. യൊറൂബ സമൂഹങ്ങളിൽ മുഖത്തെ മുദ്രകൾ കുട്ടിക്ക് പൂർണ്ണ വംശാംഗത്വ അവകാശങ്ങൾ നൽകുന്നു. മുഖമുദ്രകളുള്ള കുട്ടികളെ ഒക്കോല എന്നാണ് വിളിക്കുന്നത്. ഗോത്രവുമായി ചേർന്ന് നിൽക്കുന്ന മുദ്രകൾ ഇല്ലാത്ത കുടുംബത്തിനോ വ്യക്തികൾക്കോ യൊറൂബ സമൂഹത്തിൽ ഏജന്റുമാരായി പൂർണ്ണ സ്ഥാനം നേടാനാകില്ല. അഭിവാദ്യം, പ്രസ്താവന, ആജ്ഞാപിക്കൽ തുടങ്ങിയ പെരുമാറ്റത്തിനുള്ള കഴിവും അവർക്കില്ലെന്ന് കണക്കാക്കപ്പെടുന്നു. ചർമ്മം മുറിച്ചോ കത്തിച്ചോ ആണ് സാധാരണയായി ഈ അടയാളങ്ങൾ സൃഷ്ടിക്കുന്നത്. കൂടാതെ ചാരം പോലെയുള്ളവ മുറിവുകളിൽ പുരട്ടി പാടുകൾ വരുത്തുകയും ചെയ്യും. പണ്ടുകാലങ്ങളിൽ, അതായത് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നിർവചിക്കപ്പെടാതിരുന്ന കാലത്ത്, ഇത്തരം ചില പാടുകളും മറ്റടയാളങ്ങളുമാണ് വംശീയ സ്വത്വങ്ങളെ തിരിച്ചറിയുന്നതിന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാടുകൾക്ക് വലിയ പ്രാധാന്യവും അന്നുണ്ടായിരുന്നു. എന്നാൽ നൈജീരിയൻ പുതിയ തലമുറ ഇതിനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് കരുതുന്നത്. രാജ്യം നഗരവത്കരിക്കപ്പെട്ടതോടെ ഇത്തരം ഗോത്രാചാരങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. കൂടാതെ ഇത്തരം ആചാരങ്ങൾ കാരണമുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളും പുതുതലമുറയെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട്. അണുബാധയും രോഗം പടരാനുള്ള സാധ്യതയും ഇത്തരം ആചാരങ്ങളിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ഇതിന് വലിയ പ്രചാരമില്ല.